മൂന്നാല് ദിവസം കൊണ്ട് മഴയാ. പരീക്ഷകൾ വരെയും മാറ്റിവെച്ച്. അങ്ങനെ മോൻ്റെ പരീക്ഷയൊക്കെ മാറ്റി വെച്ചേക്കുവാ. ഇപ്പം സെം എക്സാം നടക്കുവാണല്ലോ, പരീക്ഷ മാറ്റി വെച്ച്. അപ്പം അത്രത്തോളം മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ അത്രയും ബുദ്ധിമുട്ടില്ല, പക്ഷെ തുടർച്ചയായിട്ട് 3-4 ദിവസം കൊണ്ടുള്ള മഴ കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് കറണ്ട് പോകും, അതാ ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ അങ്ങനെയാ. അപ്പം ഇന്ന് ഇവിടുന്ന് കിട്ടിയ കോവയ്ക്കായും പയറുമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഴയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കടലക്കറി ആയിരുന്നേ, കടലക്കറിയാണ് വെക്കുന്നത്. അതിന് മഞ്ഞൾ ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെക്കുക. അപ്പോൾ വിസിലുമൊക്കെ ഇട്ട് കടല വെന്ത മണം വരുമല്ലോ വിസിലടിക്കുമ്പോൾ, ആ ഒരു പരുവത്തിലാണ് ഞാൻ സാധാരണ ഓഫ് ചെയ്യുന്നത്. വിസിലിൻ്റെ എണ്ണം അങ്ങനെയൊന്നും നോക്കാറില്ല. രാവിലെ പാല് മേടിച്ചതൊക്കെ കാച്ചി എടുക്കുക, അതും കൂടെ കാച്ചാൻ അടുപ്പത്തോട്ട് വെക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇടിയപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ചിലടത്ത് വീശപ്പം എന്നൊക്കെ പറയും. ഇടിയപ്പം തന്നെ വലിയ രീതിയിൽ വലുതായിട്ടുണ്ടാക്കുന്നതിന് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇടിയപ്പം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പൊടിയൊക്കെ എടുത്ത് ഉപ്പും പുരട്ടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് അടച്ച് വെക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കി വെച്ചാൽ മതി, കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ നല്ലതായിട്ട് നോക്കുന്നത്രയും ഇളക്കി കുഴച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നേക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കും, പക്ഷെ എനിക്ക് ഉണ്ടാക്കിയിട്ട് അത്ര അങ്ങോട്ട് ശരിയായില്ല, പരിചയക്കുറവാണ്. അപ്പം അതിനിടയ്ക്ക് ഒരാൾക്ക് ഏത്തയ്ക്ക പൊരിച്ചത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്കകത്ത് നല്ല പഴുത്ത ഏത്തയ്ക്ക മൊരിച്ചെടുക്കും. മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ശകലം പഞ്ചസാരയും കൂടെ തോന്നും. അപ്പോൾ അദ്ദേഹം അതും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഭയങ്കര ചൂടായതുകൊണ്ട് വെള്ളം തൊട്ട് കുഴച്ചാൽ മതി. നല്ലപോലെ മയപ്പെടുത്തണം. നല്ലതുപോലെ കുഴച്ച് എത്രയും കുഴച്ച് മയപ്പെടുത്തുന്നോ അത്രയും നമുക്ക് എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ചായ ഇടണം, പാല് കാച്ചി കഴിഞ്ഞാൽ ചായ ഇടണം. അപ്പോൾ ഇടിയപ്പം കടലക്കറിയും ചായയുമാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ വിചാരിക്കുന്നത്. പിന്നെ മഴയുടെ കാര്യം, നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ? കേരളത്തിലാകമാനം മഴയാണ്. പിന്നെ ഇത് ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് കാണുന്നെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഇടിയപ്പം പീച്ചാനായിട്ട് മാവൊക്കെ എടുത്ത് തേങ്ങാപ്പീരയിട്ട് ഞാൻ കണ്ണോമ്പയ്ക്കകത്ത് വലുതായിട്ട് അങ്ങ് പീച്ച ഉണ്ടാക്കുക, ഇഡ്ഡലിത്തട്ടിലല്ലേ. അപ്പോൾ വലുതായിട്ട് കിട്ടുമല്ലോ, ഒരെണ്ണം തന്നെ തികച്ച് വേണ്ട ഒരാൾക്ക്. അപ്പോൾ അത്രയും വലുതായിട്ട് അങ്ങ് ഉണ്ടാക്കുക, എളുപ്പവും ഉണ്ട്, അതാ കാര്യം. വെയിലുള്ളപ്പോഴാണെങ്കിൽ ചൂട് കൊണ്ട് മഴ തുടർച്ചയായിട്ട് പെയ്ത് അതും ബുദ്ധിമുട്ടാണ്. മനുഷ്യന്മാരുടെ ഒരു കാര്യമായി എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരായിരിക്കത്തില്ല. ബുദ്ധിമുട്ടായിട്ട് കാണാത്തവരാവും ഓർത്താൽ നല്ലത്, ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടുന്നവർ. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഇവിടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടോ? കാണത്തില്ലെങ്കിൽ കണ്ട് സഹായിക്കണേ. അപ്പോൾ ചില യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ചില ചാനലുകളോട് ഒരു പ്രത്യേക താല്പര്യം കാണും, തുടർച്ചയായിട്ട് കാണണമെന്ന് തോന്നും, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലത്തെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം കടലക്കറിയും ചായയും. അങ്ങനെ അന്ന് രാവിലെ ഇടിയപ്പവും കടലക്കറിയും ചായയൊക്കെ എല്ലാവരും കഴിച്ചിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി നോക്കണം. അന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയത് ഒരു മുരിങ്ങയ്ക്കക്കറിയാണ്. തേങ്ങ അരച്ച് തക്കാളിക്കായും ഒക്കെ ഇട്ട് മുരിങ്ങയ്ക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നോക്കണം. വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ തേങ്ങ ഇച്ചിരി ജീരകവും ചേർത്ത് അരച്ച് തിളയ്ക്കുന്നതിന് മുമ്പേ ഓഫ് ചെയ്യണം. എന്നിട്ട് താളിച്ചൂടെടുത്താൽ മതി. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ മീൻ നമ്മൾ വറുത്തത്. ഈ മീനിന് നിങ്ങളുടെ അവിടെ എന്തോ പേര് പറയുന്നത്?
അപ്പോൾ വേറെ കൂട്ടാനും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തതാ, തോരൻ ഇന്ന് വെച്ചതാ. അങ്ങനെ അതുമൊക്കെ ആയിട്ട് ഊണും കഴിച്ചു. ഇപ്പോൾ രാത്രിയിലത്തേയുടെ ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, വൈകിട്ടത്തതും രാത്രിയിലത്തെയൊന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്.